സിറാജ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളോട് കുറച്ച് പേര് ചോദിക്കുകയുണ്ടായി, ഈ നാഗദോഷങ്ങൾക്ക് എന്താണ് പരിഹാരം ചെയ്യുക. അപ്പോൾ നമ്മുടെ മറ്റുള്ള മതത്തിൽപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം മതത്തിൽപ്പെട്ട സഹോദരങ്ങളും ചോദിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ അങ്ങനെ പോകാൻ പറ്റില്ല, നമുക്ക് എന്ത് മന്ത്രമാണ് എന്താണ് ചെയ്യേണ്ടത് സർപ്പദോഷങ്ങൾക്ക്. അപ്പം ഹിന്ദുക്കളായിട്ടും ചെയ്യുമെന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് വഴിപാട് കഴിച്ചു, ഞങ്ങൾക്കതിന് മാറ്റമില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ, നാഗാരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായത് കന്നിയും തുലാം ആയില്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ആയില്യം നാളുകളൊക്കെ നാഗങ്ങൾക്ക് പ്രാധാന്യമായിട്ട് വരുന്നു. അപ്പോൾ നാഗാരാധന, പിന്നെ ബാക്കിയുള്ള നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില മാസങ്ങൾ തൊട്ട് ചില മാസങ്ങൾ വരെ നാഗങ്ങൾ സുസുപ്തിയിലാണ്ടിരിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ ധൂമനിവേദ്യം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ജപിക്കാവുന്ന, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ ദേവതയ്ക്കും ഗായത്രി മന്ത്രമുണ്ട്. ഈ ഗായത്രി മന്ത്രമാണ് നാഗങ്ങൾക്ക് ഏറ്റവും പ്രധാനമുള്ളത്. എത്ര വലിയ നാഗദോഷങ്ങളാണെങ്കിലും മാറിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ നവനാഗ സ്തോത്രം, ഇതും ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും ജപിക്കുക. നാഗദോഷങ്ങളൊക്കെ കാഠിന്യമായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ നാഗദോഷം ഒരുപാടുള്ളവർക്ക്, നല്ല കാഠിന്യത്തിലേക്ക് നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു പരിഹാരം, ആരും പറഞ്ഞു തരാത്ത ഒരു പരിഹാരം, നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പരിഹാര രീതിയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു ആചാര്യന്മാർ ഇന്നേ വരെ അത് പറഞ്ഞു തന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ആചാരപ്രകാരം, വടക്കും ഭാഗത്ത് കരിന്തീ മഠത്തിലെ ആചാരപ്രകാരം നമ്മൾ പൂർവികരായിട്ട് ചെയ്തു വരുന്ന ഒരു നാഗദോഷത്തിന് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ നമുക്ക് ഏതാണ് മന്ത്രം നോക്കാം. മന്ത്രം എങ്ങനെ ജപിക്കാൻ നോക്കാം. രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം ജപിക്കണം. രാവിലെ ആണെങ്കിൽ 10 തവണ, വൈകുന്നേരം 10 തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ നാഗരാജ ഗായത്രിയാണ് നമ്മൾ ജപിക്കേണ്ടത്. അപ്പോൾ നാഗരാജ ഗായത്രി ഇങ്ങനെയാണ്. വേണ്ടവർ വാട്സാപ്പ് നമ്പർ ഉണ്ട് താഴെ, അതിനകത്ത് ചോദിക്കുക. അപ്പോൾ ഞാനത് എഴുതി തരുന്നതാണ്. ഓം സർപ്പരാജായ വിദ്മഹേ പദ്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഒന്നുകൂടി പറയാം. ഓം സർപ്പരാജായ വിദ്മഹേ പദ്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഓം സർപ്പരാജായ വിദ്മഹേ പദ്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഓം സർപ്പരാജായ വിദ്മഹേ പദ്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഓം സർപ്പരാജായ വിദ്മഹേ പദ്മഹസ്തായ തന്നോ വാസുകി പ്രചോദയാത്. ഓം സർപ്പരാജായ വിദ്മഹേ പദ്മഹസ്തായ ധീമഹി 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 തന്നോ വാസുകി പ്രചോദയാത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് 10 തവണ കാലത്തും വൈകുന്നേരമായിട്ട് കേൾക്കുക. ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് ഇടാം പറ്റുകയാണെങ്കിൽ, അപ്പോൾ അത് പോയി കാണുക. അപ്പോൾ ഒരു 10 ആവർത്തി അത് കേൾക്കുകയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ജപിക്കുകയാണെങ്കിൽ തന്നെയും അതിന് മാറ്റങ്ങളുണ്ടാവും. അതായത് ഒരാൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെ ജപിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ 50% ഇത് ഫലം കിട്ടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്കതിൻ്റെ 100% ഫലം കിട്ടും. അപ്പോൾ അത് അടുത്ത മന്ത്രമാണ് ആയില്യം ദിനത്തിൽ സർപ്പദോഷ പരിഹാരത്തിന് നവനാഗസ്തോത്രം ജപിക്കുന്നത്. അത് ആയില്യം നാളിൽ മാത്രമാണ് ജപിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒരു 108 പ്രാവശ്യം അതും ജപിക്കുക. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. പിംഗലം വാസുകിം ശേഷം പത്മനാഭം ച കംഭലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം ദദാം. ഓം പിംഗലം വാസുകിം ശേഷം പത്മനാഭം ച കംഭലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം ദദാം. ഓം പിംഗലം വാസുകിം ശേഷം പത്മനാഭം ച കംഭലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം ദദാം. ഇതാണ് നവനാഗസ്തോത്രം എന്ന് പറയുന്നത്. നവഗ്രഹമല്ല, നവനാഗസ്തോത്രം. അപ്പോൾ ഇത് ആയില്യം നാളിലൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഏതുള്ള കഠിന ദോഷങ്ങളും മാറി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ചിലവരുടെ സംശയമാണ് ഏതൊക്കെയാണ് 10 നാഗങ്ങൾ എന്നാണ്, അഷ്ടമണി നാഗങ്ങൾ ഏതൊക്കെയാണെന്നൊരു സംശയം ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അനന്തൻ, വാസുകി, കാർക്കോടകൻ, തക്ഷകൻ, ശംഖുപാലൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ, നാഗരാജാവ്, നാഗേരി. ഇതാണ് അഷ്ടമണി നാഗങ്ങളായിട്ട് നമ്മൾ പറയുക. അതിനുശേഷം മണിനാഗം,
കരിനാഗം, നാഗചാമുണ്ടി, അങ്ങനെ ഒരുപാട് നാഗങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന അഷ്ടമണി നാഗങ്ങൾ. ഇപ്പോൾ നമ്മൾ അഷ്ടമണി നാഗങ്ങളിൽ നമ്മൾ ഇപ്പോൾ കാവുകളിലൊക്കെ നടത്തിയിരുന്ന അഷ്ടമണി നാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് കുമ്പിൾ കുത്തിയാണ്. ഇപ്പോൾ നമ്മുടെ വടക്കുംപാത ആചാരപ്രകാരം നമ്മൾ 10 കുമ്പിളാണ് കൊടുക്കുക. കുമ്പിളിൽ 10ലും 10 നാഗങ്ങളെ സങ്കല്പിച്ചാണ് അഷ്ടമണി നാഗങ്ങളും നാഗരാജാവും നാഗേക്ഷിയും ഈ രണ്ട്, അങ്ങനെയാണ് 10 നാഗങ്ങൾ, അഷ്ടമണി നാഗങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റൊരു പരിഹാരം പറയാമെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊരു ഡൗട്ട്, അതാണ് ഞാൻ ഒന്നുകൂടി ആലോചിച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഷ്ടമണി നാഗങ്ങളും നാഗരാജാവും നാഗേക്ഷ, അങ്ങനെ 10 നാഗങ്ങളാണ് ഉള്ളത് നമുക്ക് പൊതുവെ പറയാറ്. പിന്നെ അത് മണിനാഗം, കരിനാഗം, അങ്ങനെ നാഗചാമുണ്ടി, അങ്ങനെ ഒരുപാട് വേറെ ഉണ്ട്. അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ അടവെന്ന് പറയാനായിട്ട് നമ്മളൊരു പരിഹാരം, വടക്കുംപാത കരിനെല്ലി മഠത്തിൽ ചെയ്യുന്നൊരു പരിഹാരം, നമ്മളൊരു പച്ചമഞ്ഞൾ എടുക്കുക. പച്ചമഞ്ഞൾ ഒഴിഞ്ഞെടുക്കുക. ഒരു കഷ്ണം പച്ചമഞ്ഞൾ അതിനകത്തൊരു നമ്മുടെ പാദം മുതൽ ഒഴിഞ്ഞെടുത്തൊരു ചുമന്ന പട്ടിയിൽ കെട്ടി തൊട്ടടുത്തുള്ള നാഗക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നാഗങ്ങളുടെ ഒരു അമ്പലത്തിൽ കൊണ്ടുവന്ന് ഒന്ന് അടക്കി സമർപ്പിക്കുക. അതവിടെ തിരുമേനോട് പറയുക. അവിടെ എന്തെങ്കിലും മരം ഉണ്ടാവും, ആ മരത്തിൽ അത് കെട്ടിയിടുക. അപ്പോൾ അത് കിടന്ന് മുളയ്ക്കുകയാണെങ്കിൽ ആ മുളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറും. മുളച്ചില്ലെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ മാറില്ല എന്നർത്ഥം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു ആചാരം, പൂർവിക ആചാരപ്രകാരം നമുക്ക് പറഞ്ഞിട്ടുന്ന രീതി. അപ്പം അങ്ങനെ പലർക്കും അത് ചെയ്തിട്ട് മാറ്റമുണ്ട്, സർപ്പദോഷം മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതികഠിനമായിട്ട് നിൽക്കുന്ന ദോഷങ്ങളാണെങ്കിൽ മാറാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്ന് പ്രശ്നവിധി പ്രകാരം ചെയ്യുക. ഒരുപാട് പേരുടെ അങ്ങനെ മാറിയിട്ടുണ്ട് പൂർവികാചാരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്തേ.